ചൈനയുടെ വൻമതിൽ കാണാൻ നമ്മളിന്ന് പോകുന്നത്. കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1.5 കയറ്റാണ്ടോ. ഈ 21,000 കിലോമീറ്റർ ഒരു സായിപ്പ് കയറിയിട്ടുണ്ട്. കയറ്റങ്ങൾ കയറിയും കോട്ടകളിലിരുന്നും. ബീജിംഗ് ഒളിമ്പിക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. ഏകദേശം 8 ദിവസത്തോളം ഉള്ള ഞങ്ങളുടെ ഈ ഒരു ചൈന ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഹായ്, നമ്മളെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ചൈന ട്രിപ്പിന്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. 5-ാമത്തെ ദിവസം നമ്മൾ പോകണമെന്ന് വിചാരിച്ചു, അന്ന് നടന്നില്ല. ഇവിടുത്തെ ചില കാലാവസ്ഥ പ്രശ്നം കാരണം പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റാതെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും അധികം വിഷമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഇവിടുത്തെ ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ള യുനെസ്കോയുടെ ലിസ്റ്റിൽ വരെ പെട്ടിട്ടുള്ള ചൈനയുടെ വൻമതിൽ കാണാൻ നമ്മളിന്ന് പോകുന്നത്. ആ മുകളിൽ, ആ മലക്ക് മുകളിലൂടെ ഇങ്ങനെ പോകുന്നത് അത്രയും ദൂരെ അതുകൊണ്ട് കാണുന്നില്ല. കുറച്ചും കൂടി അടുത്തെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച ചൈന ട്രിപ്പിൽ എല്ലാവരും ഓർക്കുന്നല്ല, ഏതൊരു വ്യക്തിയും ചൈനയിൽ വന്നാൽ കാണുന്ന കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമായിട്ടുള്ള ചൈന വൻമതിലാണ് നമ്മളിന്ന് സന്ദർശിക്കുന്നത്. വൻമതിലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നും നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടുത്തെ പല കാലാവസ്ഥ പ്രശ്നങ്ങളും നിയമങ്ങൾ എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ രാവിലെ വരെ അവിടെ പോയാൽ നടക്കുമെന്ന് വിചാരിച്ച കാര്യം അവിടെ എത്തുമ്പോഴായിരിക്കും നിയമങ്ങൾ മാറുക. അപ്പം അങ്ങനെ നമ്മൾ നോർമലായിട്ട് നേരത്തെ പറഞ്ഞ റൂട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് വാളിലൂടെ എൻ്റർ ചെയ്ത് അങ്ങനെ ഗ്രേറ്റ് വാളിൽ നടക്കാനായിരുന്നു 2 മണിക്കൂർ നടത്തമായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അത് പക്ഷേ അവിടെ എൻട്രി കിട്ടിയില്ല. അപ്പോൾ വേറൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിന്നെ കേബിൾ കാർ ഉണ്ട്. അപ്പോൾ കേബിൾ കാർ വഴി പോകുമ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാനും പറ്റും. പിന്നെ അങ്ങനെ നമുക്ക് ഇതിന് മുകളിൽ പോയിട്ട് ഗ്രേറ്റ് വാളിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോഴത്തെ ധാരണയായിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പാസ് കിട്ടി. 140 യുവാനാണ് ചാർജ്. ഏകദേശം നമ്മളെ നാട്ടിലേക്ക് ഒരു 2000 രൂപക്ക് അടുത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് പോകണ്ടേ. കേബിൾ കാർ ഇവിടെ റെഡിയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെയാണ്, എല്ലാവരെയും കൊള്ളും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച രീതിയിലല്ല ഇതിൻ്റെ ഉള്ളിൽ. എല്ലാവർക്കും സീറ്റ് ഉണ്ടാവും നമ്മൾ സാധാരണ പോലെ, അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് നിൽക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എനിവേ എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ്. സീറ്റിംഗ് ഇല്ല, സ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. കുറച്ചുണ്ടല്ലേ, കുറച്ച് സീറ്റ് ഉണ്ട്, കുറച്ച് ആൾക്കാർ ഇരിക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഏരിയ വരുന്നത്. അങ്ങനെ മുകളിലേക്കും താഴെ ഭാഗത്തേക്കും ഇതുപോലെ ഉണ്ട്. കേബിൾ കാറിൽ അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഭാഗം കേബിൾ കാറിൽ വന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച നമ്മുടെ ചൈന വാള് അല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല നീളമുള്ള ഗ്രേറ്റ് വാള്. ഇതിൻ്റെ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിന് ദൂരം എത്ര എന്നറിയോ? 21,119 കിലോമീറ്റർ. അതായത് 20,000 കിലോമീറ്ററിൽ അധികം ദൈർഘ്യമുള്ള ചൈനീസ് ഗ്രേറ്റ് വാൾ, വൻമതിൽ. ചൈനയുടെ വൻമതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം ആൾക്കാരും എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല. 20,000 കിലോമീറ്ററിൻ്റെ മുകളിൽ ഉണ്ട്. ഏകദേശം BC 300 മുതൽ AD 1500 വരെ 2000 വർഷം കൊണ്ടാണ് ഈ ഒരു പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഏകദേശം ഊഹിക്കാം, 1500 2000 വർഷം പിടിച്ചു ഇതിൻ്റെ പണി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഊഹിച്ചാൽ മതി എത്ര ആളുകളുടെ ഭരണകാലങ്ങൾ അതിൻ്റെ ഇടയിൽ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത്. നമുക്ക് പോവേണ്ട റൂട്ട് പല സ്ഥലങ്ങളിലേക്ക് ഈ വൻമതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കിയാലൊക്കെ കാണാം. അങ്ങനെ പോയിട്ട് 21,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് കാശ്മീർ പോയി വരാൻ ഏകദേശം 4,500 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതൊരു 20,000 കിലോമീറ്റർ ആവാൻ നമ്മൾ എത്രത്തോളം വളഞ്ഞു തിരിഞ്ഞിട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ ബാക്കിൽ കാണുന്ന വൻമതിലിൻ്റെ ഒരു ഭാഗം അതേ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഫ്രണ്ടിലേക്കും. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഈ നമ്മുടെ ഈ ഒരു മതിൽ നീണ്ടു കിടക്കുകയാണ്. കാരണം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ
2000 വർഷം എടുത്തു ഈ ഒരു പാലം 21,000 കിലോമീറ്റർ ഫുള്ള് പണിയാൻ. ഊഹിച്ചാൽ മതി. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ 5 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ഹൈറ്റിലാണ് ഈ ഒരു വൻമതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി. അത്യാവശ്യം നല്ല വെയിലാട്ടോ, 1.5 കയറ്റാട്ടോ. നമ്മൾ ഈ വൻമതില് നല്ല കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, നിരപ്പായ സ്ഥലമുണ്ട്, ഒരു രക്ഷയില്ല. ഇങ്ങനെ കയറി ഇറങ്ങി 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 നമ്മളാ കാണുന്ന അത്തരം ദൂരങ്ങളിൽ ഇങ്ങനെ പോയിട്ട് ഈ മലമുകളൊക്കെ ഫുള്ള് കവർ ചെയ്ത് കാണാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് ഈ ഒരു വൻമതിൽ എത്തുന്നുണ്ട് കേട്ടോ. ഈ 21,000 കിലോമീറ്റർ ഒരു സായിപ്പ് കയറിയിട്ടുണ്ട്. 18 മാസം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 21,000 കിലോമീറ്ററും ഫുള്ള് നടന്ന് എക്സ്പ്ലോർ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. പേര് കിട്ടുന്നില്ല, എന്നിരുന്നാലും അദ്ദേഹത്തിനെ സമ്മതിച്ചിരിക്കണം. സോ നമ്മൾ ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ആയപ്പോഴേക്കും തന്നെ ടയർഡായിട്ടുണ്ട്. കാരണം വെച്ചാൽ ചില ആളുകൾ തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു ഹട്ടിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഇത് ഇങ്ങോട്ട് വരുമ്പോഴുള്ളൊരു ഇതിലൂടെ നടക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊരു വലിയൊരു ആശ്വാസമാണ്. ഇങ്ങനൊരു സൗകര്യം ഉണ്ട്, എല്ലാവരും ഉണ്ട്, ആൾക്കാർ ഒക്കെ ഓരോ ഏരിയയിൽ ഓരോ ഹോള് പോലെ ഉണ്ട്, നമ്മളെ കൊട്ടാരത്തിലൊക്കെ കാണുന്ന പോലെ. ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ലൊരു കൂളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. മറ്റേത് പുറത്ത് നല്ല വെയിലായിരുന്നു. നല്ല ഫോട്ടോ സ്പോട്ടുകളുണ്ട് ഇവിടെ. മതിലിന്റെ മേലെ എത്തുമ്പോൾ ഇതുപോലെ ഒരുപാട് ഹട്ടുകളുണ്ട്. അപ്പോൾ ആ ഹട്ടുകളിൽ ഒന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്ത് പോകാൻ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളെ ഇതിങ്ങനെ പോണത്, നമ്മളെ മതിൽ പോണത് ഇങ്ങനെ കാണാൻ നമുക്ക് അത്രയും ദൂരം നമുക്ക് നല്ല വൃത്തി. അങ്ങനെ കുറേ ഇറക്കങ്ങൾ ഇറങ്ങിയും കയറ്റങ്ങൾ കയറിയും കോട്ടകളിൽ ഇരുന്നും കുറച്ച് റെസ്റ്റ് എടുത്തും കാറ്റ് കൊണ്ടും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെ, ഒരു രക്ഷയില്ല. എന്തായാലും ഒരു രക്ഷയില്ല. ദ ഗ്രേറ്റ് ചൈന വാൾ നമ്മൾ കണ്ടു, അത്യാവശ്യം അവിടെ സമയം ചെലവഴിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ 20,000 കിലോമീറ്റർ 18 മാസം കൊണ്ട് ഒരു വിദേശ വ്യക്തി അത് ഫുള്ള് കവർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം എടുത്തൊരു എഫേർട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. 21,000 കിലോമീറ്റർ 18 മാസം കൊണ്ട്, അത്രയും ദൂരമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഫുള്ളും നമുക്ക് പോകാനും സാധിക്കില്ല. നമുക്കിനി കാണാനുള്ളത് ഒളിമ്പിക് സ്റ്റേഡിയമാണ്. 2009 ഒളിമ്പിക്സ് ബീജിങ്ങിലാണ്, ചൈനയിൽ ബീജിങ്ങിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു വാഹനം കിട്ടിയിട്ടുണ്ട്. ഹായ്, വാഹനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബഗ്ഗിയിലാണ് നമ്മൾ പോകുന്നത്. എന്നാലും നമുക്ക് യാത്രയും സുഗമമാവും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഇനിയുള്ള അംഗം നമ്മുടെ ഈ വാഹനം. അപ്പോൾ നല്ല ക്ഷീണമാണ്, നല്ല ടയർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബഗ്ഗി വാഹനം കിട്ടിയത് വലിയൊരു ഉപകാരമായി. സ്റ്റേഡിയം തന്നെ അത്യാവശ്യം നടന്ന് അത്യാവശ്യം നല്ലോണം കാണാനുണ്ട്. അടിപൊളി സ്റ്റേഡിയം. നമുക്കറിയാം 2008 ഒളിമ്പിക്സും അതുപോലെ തന്നെ 2022 വിന്റർ ഒളിമ്പിക്സ് നടന്ന 2 ഒളിമ്പിക്സിൽ നടന്ന ലോകത്തിലേക്ക് സ്റ്റേഡിയമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സ്റ്റേഡിയമാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്താറായിട്ടാണ്. നല്ല അടിപൊളി പ്രത്യേക രൂപകൽപ്പന തന്നെയാണ് സ്റ്റേഡിയം കാണാൻ തന്നെ. ദൂരത്തിന് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. വരെ യാത്ര ചെയ്ത നമ്മളെ ബഗ്ഗി വാഹനമാണ്. നമ്മളെ വിനോദോട്ടന് ഡ്രൈവറെത്തി നല്ല സൗഹൃദമൊക്കെ സ്ഥാപിച്ച് മുൻസീറ്റത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഉറപ്പിച്ചു അല്ലേ? സ്റ്റേഡിയത്തിന്റെ വില പറഞ്ഞു, വില വ്യത്യാസത്തിൽ ഓക്കെ താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ ആളുകൾ നമ്മൾ 2 വിധത്തിലെ ആളുകളെ കണ്ടിട്ടുണ്ട്. ഭൂരിപക്ഷം ആളുകളും വളരെ നല്ല സൗഹൃദത്തിലുള്ള ആളുകളാണ്. നമ്മളോട് കൂടുതൽ സമയം സംസാരിക്കാനും നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് ഫോട്ടോ എടുക്കുക. നമ്മൾ സാധാരണ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും വിദേശികളോടൊക്കെ നമ്മൾ അങ്ങോട്ടാണ് സംസാരിക്കുക. ഇവർ നമ്മളെ കാണുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഓടി വന്നിട്ട് നമ്മളോട് സംസാരിക്കുക, അതുപോലെ നമ്മളെ അടുത്ത് വന്ന് ഫോട്ടോസ് എടുക്കുക. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ 2 അക്ഷരം പോലും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതായത് ചുരുങ്ങിയ ആളുകൾക്ക്, ഇപ്പോഴത്തെ ന്യൂജനായ ആളുകൾക്ക് മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. ഇവിടെ ഏത് നല്ല റെസ്റ്റോറൻറ്റിലാണെങ്കിലും അതുപോലെ ഹോട്ടലാണെങ്കിലൊക്കെ അടിപൊളി സ്ഥലങ്ങളിലൊക്കെ റിസപ്ഷൻ ഇരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല പെരുമാറ്റമാണ്. ഹായ്,
അപ്പോൾ നമ്മൾ ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ മുമ്പിലാണ് കേട്ടോ. ചൈനയിലെ ബീജിംഗ് നാഷണൽ സ്റ്റേഡിയം എന്നാണ് പേരെങ്കിലും ബീജിംഗ് ഒളിമ്പിക് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളൂ. നമ്മൾ 2008 ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. 2003 നിർമ്മാണം തറക്കല്ലിട്ട് 2004 നിർമ്മാണം തുടങ്ങി. 2008 ഉദ്ഘാടനം കഴിഞ്ഞു. അതോടൊപ്പം ഒളിമ്പിക്സ് നടന്നു. അതോടൊപ്പം തന്നെ 2022 നമ്മളെ വിന്റർ ഒളിമ്പിക്സും ഇവിടെ തന്നെ നടന്നത്. ലോകത്തിലെ ഏക സ്റ്റേഡിയമാണ്, 2 ഒളിമ്പിക്സ് നടന്ന ഏക സ്റ്റേഡിയമാണ് ബീജിംഗ് സ്റ്റേഡിയം. 80,000-ഓളം ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ 2,14,000 ചതുരശ്ര വിസ്തീർണം സൗകര്യമുള്ളതാണ്. ഒരുപാട് സൗകര്യങ്ങളുള്ള നല്ല അടിപൊളി സ്പോട്ടാണ്. ബീജിംഗിലേക്ക് വരുന്ന ആളുകൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ബീജിംഗിലെ ഒളിമ്പിക് സ്റ്റേഡിയം. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ചൈന യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. 8 ദിവസം പിന്നിട്ട് 9ാമത്തെ ദിവസം ബീജിംഗ് എയർപോർട്ടിൽ നിന്നും മലേഷ്യയിലേക്ക്, അവിടെ മലേഷ്യയിൽ നിന്നും കൊച്ചിയിലേക്ക്, അങ്ങനെയാണ് നമ്മുടെ യാത്ര മടങ്ങുന്നത്. ട്രെയിൻ ഉടനീളം നമ്മളെ കൂടെ വളരെ രസിച്ചും ചിരിച്ചും കളിച്ചുള്ള നമ്മളെ ജഗനാണിത്. ജഗനായിരുന്നു ഞങ്ങളെ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യാത്രക്കാരന്. അവനൊരു കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല കമ്പനിയായി ചിരിച്ച് കളിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചൈന യാത്ര ഏകദേശം അവസാന ഘട്ടത്തിലാട്ടോ. നമ്മൾ ഇന്ന് രാവിലെ ചൈനയിൽ നിന്നും ബീജിംഗ് എയർപോർട്ടിൽ നിന്നും നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മലേഷ്യ കോലാലംപൂർ എയർപോർട്ടിലാണ്. ഇനി ഇവിടുന്ന് രാത്രിയാണ് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളത്. രാത്രി വന്ന് നേരെ കൊച്ചിയിലേക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5-6 മണിക്കൂർ ഇവിടെ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഈ ഒരു ലോഞ്ചിൽ നമ്മൾ പരമാവധി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല അടിപൊളി ഫുഡുകളുണ്ട്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ പലരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ചങ്കുകളൊക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര സ്ലോവിൽ കഴിക്കണോ അത്രയും സ്ലോവിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അതുപോലെ ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട്. പോളണ്ടനൊക്കെ ഇപ്പോഴും ജപ്പാൻ്റെ പാസ്പോർട്ടിൽ നടക്കുകയാണ്. ഏകദേശം ഒരു 4-5 ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളെ നൗഷാദയ്ക്കും പക്രും ഒക്കെ ഈ ഒരു ഭാഗത്താണ്. അവർ നേരത്തെ തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ചെറുതുമ്പോൾ തുടങ്ങുകയാണ്. മെല്ലെ തിന്നാൻ മുള്ളും തിന്നാന്നാണല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ യാത്രക്കിടയിൽ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എല്ലാ എയർപോർട്ടുകളിലും ലോഞ്ച് ഉണ്ട്. വിദേശ എയർപോർട്ടുകളാണെങ്കിൽ നമ്മൾ അവിടെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പ്രയോറിറ്റി പാസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സാധാരണ നമ്മളെ ATM കാർഡുകൾ പ്ലാറ്റിനം കാർഡാക്കി മാറ്റിയാൽ ഇതുപോലെ ലോഞ്ച് ആക്സസ് നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 8 ദിവസത്തോളം ഉള്ള ഞങ്ങളുടെ ഈ ഒരു ചൈന ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു. എന്തായാലും ഈ ഒരു 8 ദിവസം നമുക്ക് വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധങ്ങളെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബന്ധങ്ങളെ എങ്ങനെ വേർപിരിയാമെന്ന് മാത്രമേ നമുക്ക് വിഷമമുള്ളൂ. എല്ലാവരും ഒരു ഒരേ കുടക്കീയിൽ നിന്ന പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു 8 ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മ മൊബൈലാണ് മട്ടന്നൂര്. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. ഞങ്ങളെ നല്ലൊരു അടിപൊളി ഫാമിലിയിലുണ്ടായിരുന്നു. ഇവിടെയാണ് നമുക്ക് മറ്റേ ജഗൻകുട്ടിനെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാല് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഏറ്റവും വൈബാക്കിയ ഒരു വ്യക്തി നമ്മളെ പോളട്ടൻ. നമ്മളെ പാട്ടെന്താ പാട്ട് പാടേ ഓർമ്മകൾ തന്റെ എന്താ കാതികനാണ്, കഥാപ്രസംഗനാണ്. ഞങ്ങളെ പല സമയം ചിരിപ്പിച്ച വ്യക്തിയാണ് നൗഷാദ്. നമ്മളെ മുതിർന്ന നമ്മളെ ഇക്ക, അങ്ങനെ എല്ലാവരും ഉണ്ട്. കൊലയിൽ മേഞ്ഞൊരു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാണ്ടി അവിടുന്ന് ഡോക്ടർ വരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളരെ ഒരു വൈകാരിക ബന്ധം തന്നെയാണ് നമുക്കൊരു യാത്രയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വീഡിയോയിൽ പല സമയങ്ങളും കാണാൻ പറ്റാത്ത 2 ആളും നമുക്ക് ഇവിടെ ഉണ്ട്. അവർ വീണ്ടും യാത്രയുടെ തിരക്കിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു യാത്ര നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ച് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്നിരുന്നാലും ഇനി അടുത്തൊരു യാത്രയിൽ നമുക്കിനിയും യാത്ര തന്നെയാണല്ലോ, യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ വീണ്ടും യാത്രയിൽ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് മിസ്റ്റർ ഷാക്കി മോൻ. അദ്ദേഹം എത്രത്തോളം ഒരാൾക്ക് ഒരു ഗൈഡിന് ക്ഷമമാണെന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. ക്ഷമയുടെ നെല്ലിപ്പലക തകർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തന്ന വ്യക്തിയാണ്. യാത്ര ഞങ്ങൾക്ക് ഏറ്റവും വൈബാക്കി തന്ന ഷാക്കിർ മോൻ ഈ അവസരത്തിൽ വളരെ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വേർപിരിയുകയാണ്. അപ്പോൾ ഇനിയും മറ്റൊരു യാത്രയിൽ കണ്ടുകൂടാം അല്ലെങ്കിൽ കണ്ടുമുട്ടാം എന്നുള്ള പ്രത്യാശയോടെ ഈ ഒരു ചൈന യാത്രയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.